ഹലോ, ഇന്നൊരു പാലട പായസം ഉണ്ടാക്കുന്ന ഒരു വ്ളോഗാണ്. അപ്പോഴും അടുത്തുള്ള കടയിൽ പോയതാണ്, ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഹൈസിന്റെ സ്നാക്ക് ഇതേ ഞാൻ എടുത്ത് വെക്കണം, കാരണം ആൾ ഉറങ്ങി എഴുന്നേക്കാറായിട്ടുണ്ട്. ഇപ്പോൾ സമയം വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാനായിട്ട് മിൽക്ക് മെയ്ഡും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ പായസം വെച്ചപ്പോൾ മിൽക്ക് മെയ്ഡ് വാങ്ങിയത് ഹൈസിൻ കുടിച്ച് തീർത്ത് പായസത്തിൽ ഒഴിക്കാനായിട്ട് വളരെ കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇത് ഹൈസിൻ കാണാണ്ട് വേണം ഒഴിക്കാനായിട്ട്. പിന്നെ കാഷ്യൂവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മുന്തിരിനോട് വലിയ താല്പര്യമില്ല. കാഷ്യൂ നറുനെയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്, കാരണം ഡാൽഡേനേക്കാളും നല്ലത് എപ്പോഴും ഇതുപോലുള്ള മിൽമയുടെ നെയ്യിൽ ഫ്രൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നേക്കാൾ നന്നായിട്ട് പാലട പായസം ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഞാനത് റെസിപ്പി ആയിട്ട് കാണിക്കണമല്ല, ഇന്നൊരു ഈവനിങ് വ്ലോഗായിട്ട് ഞാൻ കാണിക്കണതാണ്. നന്നായിട്ട് പായസം ഉണ്ടാക്കുന്നവരുണ്ടാവുമായിരിക്കും കാണുന്നവർ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇത് എന്തൊരു പായസം വെപ്പാണെന്ന് നിങ്ങളും വിചാരിക്കും. ഇതാണ് എൻ്റെ രീതി. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പായസം വെക്കുന്നത്. അപ്പോൾ പായസം മിക്സ് ഉള്ളതുകൊണ്ട് തന്നെ പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. വെറുതെ പാല് തിളപ്പിച്ച് നല്ലോണം നിന്നങ്ങോട്ട് ഇളക്കാം. എനിക്ക് ഇളക്കണ കാര്യം ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ആ ഒരു നേരം കൊണ്ട് കുറച്ചും കൂടി കുറുകി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതേ മിൽക്ക് മെയ്ഡ് ഹൈസിൻ കാണാതെ ഒഴിക്കുകയാണ്. കാരണം ഹൈസിൻ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഹൈസിൻ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കില്ല, അത് മുഴുവൻ തീരണവരെയും അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. വേറെ ഒന്നല്ല, ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മട്ടിക്കും. അപ്പോൾ അത് നല്ല ചൂടുണ്ട്, ഇളക്കിയില്ലെങ്കിൽ പാലിൻ്റെ വഴിക്ക് പോവും. അപ്പോൾ അത് കാഷ്യൂ വറുത്തത് അതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. പായസം ഇപ്പോഴും കുറുകിയിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ കുറുകുമായിരിക്കും. ഹൈസിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ വെറുതെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ